രാജ്യത്ത് ഇന്ധനവില വീണ്ടും വർദ്ധിപ്പിച്ചു. പെട്രോൾ ലിറ്ററിന് 2.61 രൂപയും ഡീസലിന് 2.71 രൂപയുമാണ് വർദ്ധിപ്പിച്ചത്. കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെ ഇത് നാലാമത്തെ തവണയാണ് ഇന്ധനവില വർദ്ധിപ്പിക്കുന്നത്. ഏറെ നാളിന് ശേഷം മെയ് 15-നാണ് ഇന്ധനവിലയിൽ രാജ്യത്ത് വർധനവുണ്ടായത്. ഇന്ധനവില വീണ്ടും വർദ്ധിപ്പിച്ച് കേന്ദ്ര സർക്കാരിന്റെ പ്രഹരം. രണ്ടാഴ്ചക്കിടെ ഇത് നാലാം തവണയാണ് ഇന്ധനവില വർദ്ധിപ്പിക്കുന്നത്. പെട്രോൾ ലിറ്ററിന് 2.61 രൂപയും ഡീസലിന് 2.71 രൂപയുമാണ് തിങ്കളാഴ്ച കൂടിയത്. 12 ദിവസത്തിനിടെ പെട്രോൾ ഡീസൽ വില കൂടിയത് 8.05 രൂപയാണ്. ഡൽഹിയിലെ പെട്രോൾ വില 102.12 രൂപയും ഡീസൽ 100 രൂപ കടന്നിരിക്കുകയാണ്. കേരളത്തിൽ എല്ലായിടത്തും ഡീസൽ വില 100 രൂപ കടന്നു. കൊച്ചിയിൽ ഡീസൽ വില 102.52 രൂപയും പെട്രോളിന് 113.61 രൂപയുമായി. തിരുവനന്തപുരത്ത് ഡീസലിന് 104.27 രൂപയും പെട്രോളിന് 115.26 രൂപയും, കോഴിക്കോട് ഡീസലിന് 102.78 രൂപയും പെട്രോളിന് 113.77 രൂപയുമായി. പശ്ചിമേഷ്യൻ യുദ്ധമാണ് ഇന്ധനവില വർധനവിന് കാരണമായി സർക്കാർ പറയുന്നത്. എണ്ണക്കമ്പനികൾ കനത്ത നഷ്ടത്തിലൂടെ കടന്നു പോകുന്നതെന്നും വാദമുണ്ട്. തുടർച്ചയായ ഇന്ധനവില വർധനവ് മൂലം വലിയ വിലക്കയറ്റത്തിനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. ഇന്ധനവില വരും ദിവസങ്ങളിലും വർദ്ധിക്കാനാണ് സാധ്യത. ന്യൂസ് ഡെസ്ക്